Hello friends, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയും കമന്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ഏവർക്കും നന്ദി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. എൻ്റെ കോട്ടൺ സാരി കളക്ഷനെ കുറിച്ചും ഞാൻ സാരി ഉടുക്കുന്ന രീതികളെ കുറിച്ചും നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ആദ്യത്തെ സാരി ബംഗാൾ കോട്ടൺ സാരിയാണ്. ബംഗാൾ കോട്ടൺ സാരി ത്രെഡ് വർക്ക് സാരിയാണ് വന്നിട്ടുള്ളത്. ലൈറ്റ് ബേബി പിങ്ക് ആണ്. ബേബി പിങ്കിൽ വൈറ്റ് ത്രെഡ് വർക്ക് ആണ് മൊത്തത്തിൽ വന്നിട്ടുള്ളത്. പല്ലു പോർഷൻ, ബോഡി പോർഷൻ ഫുള്ളായിട്ട് ഹെവി ആയിട്ടുള്ള വർക്കാണ്. അടുത്തത് കാണിക്കുന്നത് ബംഗാൾ കോട്ടൺ മോഡൽ തന്നെയുള്ള സാരിയാണ്. ഇത് ലിനൻ സാരിയാണ്, ഹെവി ആയിട്ടുള്ള സാരിയാണ്. ഇതിൽ ആഷ് കളറാണ് ബോഡി പോർഷൻ വരുന്നത്. ബോർഡർ പോർഷൻ വരുന്നത് സിൽവർ ജെറി വർക്കായിട്ടാണ് ബോർഡർ പോർഷൻ വന്നിട്ടുള്ളത്. ഇതിന്റെ പല്ലു പോർഷൻ സിൽവർ ജെറി ലൈൻ ആണ് വന്നത്. പിന്നീട് ബോർഡറിൽ ഡാസിൽസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ലിനൻ സാരിയാണ്. അടുത്തത് ആഷ് കളർ സാരി തന്നെയാണ്. ഇത് ബംഗാൾ കോട്ടൺ സാരിയാണ് ഇത് വന്നിട്ടുള്ളത്. ഈ സാരിയുടെ പല്ലു പോർഷൻ വരുന്നത് ഇതേ രീതിയിലാണ്. പിന്നെ ഞാൻ സാരി ഉടുക്കാന്ന് വെച്ചാൽ എനിക്ക് എല്ലാ സാരികളും നന്നായിട്ട് ഉടുക്കാനായിട്ട് ഉള്ള വീതി കിട്ടാറില്ല. ഞാൻ നല്ല ഹൈറ്റ് ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കോട്ടൺ സാരികളിൽ മിക്ക കോട്ടൺ സാരികളിലും ബംഗാൾ കോട്ടൺ ഒഴികെയുള്ള മിക്ക കോട്ടൺ സാരികളിലും ലെങ്ത് കുറവായിരിക്കും. അപ്പൊ ഞാൻ ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ സാരിയോടനുബന്ധിച്ചുള്ള കളറിലുള്ള സാരി ഫോള് മേടിച്ച് നമ്മളുടെ മുന്താനെ ഇടത്തക്കോണം പ്ലീറ്റ് ഭാഗം കംപ്ലീറ്റ് കവർ ചെയ്ത് വരുന്ന രീതിയിൽ ഞാൻ ഈ സാരി ഫോള് വെക്കും. ഞാൻ 88 മുതലാണ് സാരി ഉടുത്തു തുടങ്ങിയത്. ഒക്ടോബർ 88 മുതൽ. അപ്പൊ ഞാൻ എൻ്റെ ഓഫീസ്, ഞാൻ അന്ന് കോളേജ് എഡ്യൂക്കേഷൻ വികാസ് ഭവനിൽ വർക്ക് ചെയ്യുന്നു. അപ്പം എൻ്റെ അതേ ഫ്ലോറിൽ തന്നെ ആയിരുന്നു ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെയുള്ള ഒരു ചേച്ചി, എൻ്റെ അത്രയും തന്നെ ഏകദേശം ഹൈറ്റ് ഉള്ള ഒരു ചേച്ചിയാണ് എനിക്ക് ഈ സാരി ഉടുക്കുന്നതിന് എന്തൊക്കെ സംവിധാനങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു തന്നത്. അപ്പൊ അതിനുശേഷം ഞാൻ മേടിക്കുന്ന സാരികളിൽ എനിക്ക് ഇറക്കം വീതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ രീതിയിലുള്ള മെത്തേഡാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഇത് എൻ്റെ മിക്ക സാരികളിലും ഈ സംവിധാനം ഉണ്ട്. ഇതാണ് എൻ്റെ ഒരു സാരി ഉടുക്കുന്ന ഒരു ടെക്നിക്. പിന്നെ ഞാൻ എല്ലാ സാരികളും സാരി ഫോൾ വെച്ചിട്ട് മാത്രമേ സാരി ഉടുക്കാറുള്ളൂ. അപ്പൊ ഈ സാരിയുടെ ലെങ്ത് കൂട്ടി ഉടുക്കുന്നതിനായിട്ട് എനിക്ക് ആനിമൽ ഹസ്ബൻഡറി ജോലി ചെയ്തിരുന്ന എൻ്റെ അത്രയും തന്നെ ഹൈറ്റ് ഉണ്ടായിരുന്ന ഒരു ചേച്ചിയാണ് എനിക്കിത് പറഞ്ഞു തന്നത്. ചേച്ചിയുടെ പേര് ശാന്ത എന്നാണ്. അവരെ ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം ഞാൻ പിന്നെ അതിനുശേഷം എല്ലാ സാരികളിലും എനിക്ക് ഈ ഒരു സംവിധാനം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഉടുക്കാമല്ലോ എന്നുള്ള കണ്ടീഷനിൽ ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ സാരികളും മേടിച്ച് ഉടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഇനി അടുത്തതൊരു കലംകാരി സാരിയാണ്. ഈ കലംകാരി സാരിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ ബോഡി പോർഷൻ വരുന്നത് ഫുള്ളായിട്ടും പ്ലെയിൻ ഓറഞ്ച് ഷെയ്ഡാണ്. എനിക്ക് പണ്ട് ഓറഞ്ച് കളറും ബ്ലാക്ക് കളറും ആയിരുന്നു കൂടുതലായിട്ട് ഇഷ്ടമുള്ള കളറ്. ഞാൻ ഓറഞ്ച് സാരി, എനിക്ക് ഒരുപാട് സാരികൾ ഉണ്ടായിരുന്നു, ഓറഞ്ച് സാരീസ്. അതുപോലെ തന്നെ ബ്ലാക്ക് കളർ സാരിയും എനിക്ക് ഒരുപാട് ഉണ്ടായിരുന്നു. മിക്കതും എവിടെ പോയാലും എപ്പോഴും ഓറഞ്ച് കളറായിരുന്നു പ്രിഫർ ചെയ്തിരുന്നത്. ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ പ്ലീറ്റ് പോർഷൻ കംപ്ലീറ്റ് ഇതേപോലുള്ള ഈ ബോർഡർ വർക്കാണ് പ്ലീറ്റ് പോർഷനിലും കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ ഇതിന്റെ പല്ലു പോർഷനും സെയിം അതേപോലുള്ള ഇതേപോലുള്ള പ്രിന്റ് ആണ് വന്നിട്ടുള്ളത്. അടുത്തതും ഒരു കലംകാരി സാരിയാണ്. ഇത് നിറയെ പ്രിന്റ് ആണ്. ഈ സാരിയിൽ നിറച്ച് പ്രിന്റ് ആയിട്ടാണ് ഈ സാരി വന്നിട്ടുള്ളത്. ഇതിന്റെ പല്ലു പോർഷൻ ആണ്. ഈ പല്ലു പോർഷൻ മോഡൽ തന്നെയായിരുന്നു ഇതിന്റെ ബ്ലൗസ് വന്നിട്ടുണ്ടായിരുന്നത്. അടുത്തതും കലംകാരി സാരി തന്നെയാണ്. ഇതിന്റെ പ്രിന്റ് എന്ന് വെച്ചാൽ ഇത് ഫുള്ളായിട്ടും ഇതുപോലുള്ള വലിയ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത്. പല്ലു പോർഷൻ ഇതുപോലെ ഉള്ള വർക്കും ബോഡി പോർഷൻ ഇതുപോലെ ഉള്ള വർക്കുമാണ് വന്നത്. പക്ഷെ ഈ സാരി ഉടുക്കുമ്പം നല്ല ഭംഗിയാണ്. വെയർ ചെയ്യുമ്പോൾ നല്ല ഒതുങ്ങിയിരിക്കും, നല്ല സാരിയാണ്. ഇത് ഓറഞ്ച് സാരിയാണ്. ഇത് കോട്ടൺ സാരിയാണ്, ഓറഞ്ച് കോട്ടൺ സാരി. ഇതിനകത്ത് വന്നിട്ടുള്ളത് ഫുള്ളായിട്ട് ലൈനാണ് വന്നിട്ടുള്ളത്. ഇതേപോലെ ലൈൻ സാരിയാണ്. ഇതിന്റെ ബോർഡർ വരുന്നത് ടെമ്പിൾ പ്രിന്റ് ആണ് ഇതിന്റെ ബോർഡർ ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നീട് ഇതിന്റെ മുന്താണിയിലും ഇതുപോലെ ടെമ്പിൾ പ്രിന്റോട് കൂടിയിട്ടുള്ള മുന്താണിയാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഓറഞ്ചില് ഈ ഗ്രീൻ ലൈനോട് കൂടിയ ബ്ലൗസ് ആയിരുന്നു വന്നത്. ഇനി അടുത്തതൊരു കോട്ട സാരിയാണ്. ഇപ്പൊ ഓറഞ്ച് ആണ് സാരി. ഇത് ഗ്ലാസ് കോട്ട മോഡലിലുള്ള ഒരു സാരിയാണ്. ഇതിന്റെ ബോർഡർ വർക്ക് എന്ന് പറഞ്ഞാൽ ത്രെഡ് വർക്കാണ് ബോർഡറിൽ വരുന്നത്.
അതുപോലെ തന്നെ ചെറിയ ഒരു ഗോൾഡൻ ലൈനും ബോർഡറിൽ വരുന്നുണ്ട്. ഈ ത്രെഡ് വർക്കോട് കൂടിയ കംപ്ലീറ്റ് ത്രെഡ് വർക്കുള്ള ബ്ലൗസ് ആണ് ഇതിന് വന്നിട്ടുള്ളത്. ഇതെനിക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് എൻ്റെ ഫ്രണ്ട് സ്റ്റെഫീനയും ആശയും കൂടി എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് മേടിച്ചു തന്ന സാരിയാണ്. പിന്നെ ഇതൊരു പാർട്ടി വെയർ സാരിയാണ്. ഒരു സ്പെഷ്യൽ വർക്കാണ് ഇതിന്റെ വർക്ക് എന്ന് പറയുന്നത്. ഇത് ബീഡ്സ് വർക്കാണ്, കംപ്ലീറ്റ് ബീഡ്സ് വർക്കും ത്രെഡ് വർക്കും ഉണ്ട്. പക്ഷെ ഇതിനൊരു പ്രത്യേക തരം ബീഡ്സും കോപ്പർ ഷെയ്ഡായിട്ട് വരുന്ന ഒരു സാരിയാണ്. ഇത് ഭയങ്കര പാർട്ടിക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഗ്ലേസിങ്ങോടുകൂടി നല്ല മിന്നി മിന്നി നിൽക്കുന്ന സാരിയാണ്. അടുത്തതൊരു മൈസൂർ സിൽക്ക് സാരിയാണ്. ഇതിന്റെ വർക്ക് കംപ്ലീറ്റ് ഇതേപോലുള്ള വർക്കാണ് വരുന്നത്. എന്നിട്ട് ബോർഡറിൽ ചെറിയ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഓറഞ്ച് ലൈനാണ്. ഇതിന്റെ പല്ലുവിൽ ചെറിയ വർക്ക്, കുറച്ചുകൂടി ഒരു വർക്ക് വരുന്നുണ്ട്. ഇതെനിക്ക് എൻ്റെ കസിൻ ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ച് കൊണ്ടുവന്ന് തന്ന സാരിയാണ്. അവൾക്കും എനിക്കും ഒരുപോലെ എടുത്തിട്ട് എനിക്ക് കൊണ്ടുവന്ന് തന്ന സാരിയാണ്. എൻ്റെ കസിൻ സിസ്റ്ററാണ് സീന, അവള് കൊണ്ടുവന്ന് തന്നതാണ്. ഈ കളർ കണ്ടിട്ടാണ് ഈ സാരി എടുത്തത്. ഇത് വികാസ് ഭവനില് ഈ കൊണ്ടുവന്ന് വിൽക്കുന്നവര് കൊണ്ടുവന്നിട്ട് അവിടുന്ന് മേടിച്ച സാരിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ സാരി പോലെയുള്ള സാരിയാണ്. മജന്തയില് വയലറ്റ് ഷെയ്ഡാണ് ഇതിൽ മിക്സ് ആയിട്ട് വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആണ് ഉടുക്കാനായിട്ട്, നല്ല ചേർന്ന് കിടക്കുന്ന സാരിയാണ്, നല്ല സാരിയാണ്. അടുത്ത് വരുന്നത് ഒരു ഗ്ലാസ് കോട്ട സാരിയാണ്. താലൂക്കാസിൽ നിന്ന് മേടിച്ച സാരിയാണ്. ഇത് മുഴുവൻ ഇത് തന്നെയാണ്, പ്ലെയിൻ ആയിട്ട് ഇത് തന്നെയാണ് വരുന്നത്. ഏത് ഡാർക്ക് ഷെയ്ഡുള്ള ബ്ലൗസും ഇതിൻ്റെ കൂടെ മാച്ച് ആകും. അടുത്തതൊരു ഓർഗൻസ സാരിയാണ്. ഫ്ലോറൽ ഓർഗൻസയാണ് ഈ സാരി. ഇത് കംപ്ലീറ്റ് ഈ ഫ്ലോറൽ വർക്കാണ് വരുന്നത്. അതിന്റെ കൂടെ ഈ കാന്ത വർക്കും ഇതിനകത്ത് മിക്സ്ഡ് ആണ്. ചെറിയ ചെറിയ സീക്വൻസ് വർക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. സാരി ഉടുക്കുമ്പോൾ മിന്നി മിന്നി നിൽക്കും. അതാണ് ഈ സാരിയുടെ പ്രത്യേകത. നല്ല പേസ്റ്റൽ കളറാണ്. ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്, നല്ല റിച്ച് ലുക്ക് തോന്നുന്ന സാരിയാണ്. ബോർഡർ പല്ലു പോർഷനിൽ ഈ ഡാസിൽസും കൊടുത്തിട്ടുണ്ട്, ഈ കൊഞ്ചല മോഡൽ. ബിഷപ്പ് ജെറോം നഗറിലുള്ള ക്രിയേറ്റീവ് ബൊട്ടീക്കിൽ നിന്ന് മേടിച്ച സാരിയാണ്. ഞാൻ അവിടെയാണ് ഇപ്പൊ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പൊ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ പോയപ്പോൾ അവിടുന്ന് ഒരു സാരി എടുക്കണമെന്ന് അവർ നിർബന്ധം പറഞ്ഞിട്ട് എടുത്ത സാരിയാണ്. പക്ഷേ ഇത് ഉടുത്തപ്പോൾ നല്ല ഭംഗിയായിരുന്നു. എല്ലാവർക്കും, കണ്ടവർക്കെല്ലാം ഈ സാരി ഉടുത്തിട്ട് നന്നായിട്ട് ഈ സാരി ഇഷ്ടപ്പെട്ട സാരിയാണ്. ഈ ഓർഗൻസ ലാവൻഡർ ഷെയ്ഡാണ്. ലാവൻഡറിൽ ചെറിയ ചെറിയ എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ പല്ലു പോർഷനും ബോഡി പോർഷനിലും ബോർഡറും എല്ലാം ഈ സെയിം ഇതായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നല്ല കളർ ആണ്. ഇത് ഉടുത്തു കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ള സാരിയാണ്. ഇത് ഒരു ജൂട്ട് സാരിയാണ്. ഇത് ഓൺലൈൻ വഴി മേടിച്ച സാരിയാണ്. ഇത് മെറൂണില് ഇതുപോലുള്ള സിൽവർ നൂലാണ്, ത്രെഡ് വർക്കാണ് ഇതിൽ കംപ്ലീറ്റ് വന്നിട്ടുള്ളത്. ഇതിന്റെ പല്ലു പോർഷൻ എന്ന് പറയുന്നത് ഈ ഗോൾഡൻ ലൈനോട് കൂടി വരുന്ന പല്ലു പോർഷനാണ്. ഇതാണ് ഇതിന്റെ പല്ലു പോർഷൻ. ഈ മെറൂൺ കളറിലെ ബ്ലൗസ് ആണ് വിത്ത് ബ്ലൗസ് ആയിട്ട് വന്നിട്ടുള്ളത്. അതിൽ ബോർഡർ ആയിട്ട് ഈ ഗോൾഡൻ ലൈൻ വർക്കും ആ ബ്ലൗസ് പീസിൽ വന്നിട്ടുണ്ട്. അടുത്ത സാരി വരുന്നത് ഒരു ആർട്ട് സിൽക്ക് സാരിയാണ്. ഗ്രീൻ ആണ് ഇതിന് പ്രധാനമായിട്ട് വരുന്ന കോമ്പിനേഷൻ. അതിൽ ലൈറ്റ് വയലറ്റ് ഷെയ്ഡ് മിക്സ്ഡ് ആയിട്ടാണ് ഇത് വരുന്നത്. ഡബിൾ ഷെയ്ഡായിട്ട് തോന്നും. ചെറിയ ലൈൻ, വലിയ ലൈൻ, അങ്ങനെയാണ് ഇതിന്റെ ഈ സാരി മൊത്തത്തിൽ വരുന്നത്. ഇതിന്റെ ബോർഡറിൽ വരുന്നത് ഈ ഗോൾഡൻ വർക്കും അതിനകത്ത് ത്രെഡ് വർക്ക് കൂടി ചേർന്നിട്ടാണ് ഈ സാരിയുടെ വ്യൂ വരുന്നത്. ഇതാണ് ഇതിന്റെ പല്ലു പോർഷനായിട്ട് വരുന്നത്. ബ്ലൗസും ഈ സെയിം തന്നെയാണ്. ഇത് ജൂട്ട് സാരിയാണ്. ജൂട്ടിൽ വരുന്ന ടിഷ്യൂ സാരിയാണ് ഇത് വരുന്നത്. ഇത് ആലുക്കാസിൽ നിന്ന് മേടിച്ച സാരിയാണ്. പിങ്കില് സിൽവർ ലൈൻ വിത്ത് ഒരു ഗ്ലേസിങ് വർക്കാണ് വരുന്നത്. ഇതിന്റെ പല്ലു പോർഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ പല്ലു പോർഷൻ ഇതേപോലുള്ള ബ്ലൗസും ആണ് വന്നിട്ടുള്ളത്. ബ്ലൗസ് ഈ പിങ്കില് ചെറിയ ചെറിയ ലൈനോടുകൂടിയ ബ്ലൗസ് ആണ്. അടുത്തത് വരുന്നത് ഒരു കോട്ടൺ സാരിയാണ്. ബംഗാൾ കോട്ടൺ സാരിയാണ്. ഒരു പേസ്റ്റൽ കളറാണ്. ഈ കളർ കണ്ട് മാത്രം എടുത്ത സാരിയാണ് ഇത്. ചെറിയ ഒരു ലൈനാണ് ബോഡി പോർഷനിൽ വരുന്നത് ഈ പേസ്റ്റൽ കളറില്. പിന്നീട് ഇതിന്റെ ബ്ലൗസും ഇതുപോലെ തന്നെയാണ്. ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത് ഈ ഒരു ലൈനോട് കൂടിയിട്ടുള്ള ഗോൾഡൻ ലൈനോട് കൂടിയിട്ടുള്ള സാരിയാണ്. ഇതിന്റെ കളറിന്റെ ഭംഗി കണ്ട് മാത്രം മേടിച്ച സാരിയാണ്. അടുത്തതൊരു എംബ്രോയിഡറി സാരിയാണ്. ചെറിയ ചെറിയ എംബ്രോയിഡറി വർക്കുള്ള സാരിയാണ്. ഇത് ചിക്കു കളറായിട്ട് വരുന്ന സാരിയാണ്. മുന്താടിയിൽ ഇതൊരു എന്താണ് പറയുന്നത്, ഒരു മെഷീൻ എംബ്രോയിഡറിയാണ്, വെറുതെ കൊടുത്തിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക്. ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല. ബോഡി ഫുൾ ഈ രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇതൊരു എംബ്രോയിഡറി സാരിയാണ്. ഇത് താഴെ അത്ര ഒരു ഫിനിഷിങ് അല്ലാത്തൊരു എംബ്രോയിഡറി വർക്കാണ് ഇതിന് വന്നിട്ടുള്ളത്. ഫുള്ളായിട്ടും ഈ
കണ്ടോ, ഇത് ഞാൻ ഒരു ഫംഗ്ഷനൊക്കെ ചെറിയൊരു ഫംഗ്ഷൻസിനൊക്കെ ഇത് ഉടുത്തിട്ടുണ്ട്. ഇത് മൊത്തത്തില് ഈ വർക്കാണ് വരുന്നത്. ഇതിന്റെ ബ്ലൗസും ഇതുപോലെ തന്നെയാണ്, സെയിം കളറിലാണ് വരുന്നത്. ഇതൊരു നല്ല സാരിയാണ്, ഒരു കോട്ട സാരി പോലെ വരുന്ന ഒരു സാരിയാണ്. ഇതില് കംപ്ലീറ്റ് ഇതിന്റെ പല്ലു വരുന്നത്, പല്ലുവില് ഒരു ലൈനായിട്ടാണ് പല്ലു പോർഷൻ വരുന്നത്. ഇതാണ് ഇതിന്റെ പല്ലു. സിമ്പിൾ സാരിയാണ്. ഇതിനകത്ത് അത്രയ്ക്ക് എടുത്തു പറയാനും വേണ്ടി ഒന്നുമില്ല, പക്ഷെ ഉടുക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ്. ഇതിന്റെ ബോർഡർ വർക്കിലാണ് മൊത്തത്തിലുള്ള ഈ സാരിയുടെ ഭംഗി വരുന്നത്. ഇതൊരു ചോക്ലേറ്റ് കളറിലുള്ള ത്രെഡ് വർക്ക് സാരിയാണ്. ഇതൊരു കാഞ്ചീപുരം സാരിയാണ്, പ്ലെയിൻ വിത്ത് ബോർഡർ സാരിയാണ്. യെല്ലോ ബോർഡർ ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ടെമ്പിൾ വർക്കാണ്, ഫുള്ളായിട്ട് മെറൂൺ പ്ലെയിൻ ആണ്. പിന്നീട് ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത് ഇതാണ്. ഇത് ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചതാണ്, ആലുക്കാസിന്ന് മേടിച്ച സാരിയാണ്. ഒരു ചെറിയ ഫംഗ്ഷന് കൊടുക്കാം, ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരിയാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ്, നന്നായിട്ട് ഒതുങ്ങുന്ന സാരിയാണ്. ഇത് വരുന്നത് ഇതൊരു ടസർ സിൽക്ക് സാരിയാണ്. ഇതിനകത്ത് കംപ്ലീറ്റ് ത്രെഡ് വർക്കാണ്. ഇതിന്റെ ബോർഡർ വരുന്നത് ഫുള്ളായിട്ടും ത്രെഡ് വർക്കാണ് വരുന്നത്. വീതിയുള്ള ത്രെഡ് വർക്കിലാണ് ഇത് ബോർഡർ വരുന്നത്. ഇത് ഹസ്ബൻഡിന്റെ റിട്ടയർമെന്റിന് ഉടുക്കാനായിട്ട് ക്രിയേറ്റീവ് ബൊട്ടീക്കിൽ നിന്ന് മേടിച്ച സാരിയാണ്. കാരണം സാരി അവിടുന്ന് ഒരു സാരി മേടിച്ചാൽ പെട്ടെന്ന് തന്നെ ബ്ലൗസ് തയ്ച്ച് തന്നു, അതുകൊണ്ട് മേടിച്ച സാരിയാണ്. ഇത് ഉടുത്തപ്പോൾ നല്ല ഭംഗിയായിരുന്നു, നല്ല കളറാണ് ഈ സാരിക്ക്. ഇത് ഒരു നമുക്ക് ഉടുത്തു കഴിഞ്ഞാൽ ഒരു റിച്ച് ലുക്ക് തോന്നും, ഒരു റെസ്പെക്റ്റ് ഒക്കെ തോന്നുന്ന തരത്തിലുള്ള ഒരു സാരിയാണ്. ഫിനിഷിങ് വരുന്നത് നമ്മൾ ഉടുക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മളെ ഇഷ്ടപ്പെടും ഈ സാരി ഉടുക്കുമ്പോൾ. അതാണ് ഈ സാരിയുടെ പ്രത്യേകത. അടുത്തത് ഒരു പ്രിന്റഡ് സിൽക്ക് സാരിയാണ്. ഇത് ഒരു കൂടിയ പ്രിന്റഡ് സിൽക്ക് സാരി ആയിരുന്നു. ഇത് ഒരുപാട് ഉടുത്തിട്ടുള്ള സാരിയാണ്. പല്ലുവിലുള്ള വർക്ക് ഇതുപോലെ ആണ് വരുന്നത്. ഇതില് ഗോൾഡൻ കളറിനകത്ത് മെറൂൺ വർക്കാണ് കൂടുതലായിട്ടും പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത്. ഇതാണ് ഇതിന്റെ ബോഡി പോർഷൻ വരുന്നത്. ബ്ലൗസും സെയിം തന്നെയാണ്, സെയിം കളറാണെന്ന് വെച്ചാൽ ഗോൾഡൻ കളറിലുള്ള ബ്ലൗസ് ആണ് ഇതിന് വരുന്നത്. അടുത്തത് ഒരു ടസർ സിൽക്ക് സാരിയാണ്. ഇത് കംപ്ലീറ്റ് പ്ലെയിൻ ആയിട്ടുള്ള ഒരു സാരി ആയിരുന്നു. ഇത് ഞാനൊരു എംബ്രോയിഡറി ചെയ്യിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് മേടിച്ച സാരിയാണ്. അവസാനം പിന്നെ എംബ്രോയിഡറി ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ എൻ്റെ കയ്യിലിരുന്ന കുറച്ച് സീക്വൻസ് ഒക്കെ എടുത്തിട്ട് ഞാനിതിന് ബോർഡറും പല്ലും ഒക്കെ ഞാൻ തന്നെ അങ്ങ് സെറ്റ് ചെയ്ത് ഇതേപോലെ കൊടുത്തു. പക്ഷെ ഉടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതുപോലെ ചെറിയ ചെറിയ വർക്കൊക്കെ ചെയ്തിട്ടാണ് ഞാൻ അന്ന് ഉടുത്തത്. പെട്ടെന്ന് എനിക്ക് തോന്നിയിട്ട് കുറച്ച് സീക്വൻസ് എടുത്ത് ഒട്ടിച്ച് അങ്ങനെ അങ്ങ് ഉടുത്ത സാരിയാണ്. ഇതൊരു എംബ്രോയിഡറി സാരിയാണ്. ഇതൊരു നെറ്റ് കോട്ട സാരിയാണ്, എംബ്രോയിഡറി സാരിയാണ്. നല്ല എംബ്രോയിഡറിയാണ്. ഇത് ഫുള്ളായിട്ടും ഇതുപോലെ തന്നെയാണ് വരുന്നത്. ഇത് കൊട്ടാരക്കരയിൽ നിന്ന് മേടിച്ച സാരിയാണ്. ഇത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കണ്ടിട്ട് കടയിൽ ഇറങ്ങി മേടിച്ച സാരിയാണ്. അപ്പൊ ഇത് മേടിക്കാൻ കാരണം എന്ന് വെച്ചാൽ പുനലൂര് എൻ്റെ റിട്ടയർമെന്റ് ഫംഗ്ഷന് വേണ്ടി ഞാൻ പുനലൂര് പോയപ്പോൾ പുനലൂര് പോയ വഴിക്ക് ഇത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കണ്ടു. തിരിച്ചു വന്നപ്പോൾ അവിടെ ഇറങ്ങി ഇത് മേടിച്ചു. പിറ്റേന്ന് തന്നെ ഞാൻ ഇത് ഓഫീസിൽ ഉടുക്കുകയും ചെയ്തു. ഇത് ഈ മജന്ത കളറിലുള്ള ബ്ലൗസ് ഇട്ടാണ് ഈ സാരി അന്ന് ഉടുത്തത്. ഇൻഡിഗോ സാരിക്ക് എപ്പോഴും ഭയങ്കര ഡിമാൻഡുള്ള സാരിയാണ് ഇൻഡിഗോ സാരി. ഇത് സോഫ്റ്റ് കോട്ടൺ ആണ് ഈ സാരി. ഞാൻ പുനലൂർ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഈ സാരി മേടിച്ചത്. പുനലൂർ ഓഫീസിനോട് അടുത്തായിട്ട് ഗ്രാമി എന്ന് പറയുന്ന ഒരു ബൊട്ടീക്ക് ഉണ്ടായിരുന്നു. അവിടുത്തെ നിത്യ സന്ദർശകയായിരുന്നു ഞാൻ. അങ്ങനെ പോയപ്പോൾ ഇത് അവർക്ക് വിൽപ്പനയ്ക്കായി എത്തി. സോഫ്റ്റ് കോട്ടൺ ഒക്കെ ശരിക്കും വിപണിയിൽ വരുന്ന സമയത്തായിരുന്നു ഈ സാരി അവിടെ വന്നത്. ആദ്യമായിട്ട് വന്നതായിരുന്നു ഈ ഇൻഡിഗോ സാരി. അങ്ങനെ ഞാൻ മേടിച്ച സാരിയാണിത്. ഇത് ഒരുപാട് ഉടുത്തിട്ടുണ്ട്. ഈ സാരി എപ്പോൾ ഉടുത്താലും നല്ല ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്ന സാരിയാണ്. ഞാനും ഉടുത്തു, മോളും ഉടുത്തിട്ടുണ്ട് ഈ സാരി. ഇതാണ് ഇതിന്റെ പല്ലു പോർഷനായിട്ട് വരുന്നത്. നല്ല പല്ലുവാണ്. ഇതൊരു അജ്രക്കിന്റെ മൊഡാൾ സിൽക്ക് സാരിയാണ്. മൊഡാൾ സിൽക്സ് അജ്രക്ക് ഇപ്പം ഭയങ്കര ട്രെൻഡി ആയിപ്പം മേടിച്ച സാരിയാണ്. ആലുക്കാസിന്ന് മേടിച്ച സാരിയാണ്. പക്ഷെ എനിക്ക് ഇത് നമ്മളുടെ ശരീരത്ത് ഇത് ഉടുത്തു കഴിഞ്ഞാൽ നല്ല ചേർന്ന് നിൽക്കും, നമ്മുടെ ഷേപ്പിന് കിടക്കുന്ന ഒരു സാരിയാണ് അജ്രക്കിന്റെ മൊഡാൾ. ഇത് നല്ല ഭാരമാണ്. ഈ സാരി ഉടുക്കുമ്പോൾ നല്ല വെയിറ്റ് ഫീൽ ചെയ്യും ഈ സാരിക്ക്. അതുകൊണ്ട് തന്നെ ബോഡിയായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന സാരിയാണ്. ഇതിന്റെ സെയിം പ്രിന്റ് തന്നെയാണ് ഇതിന് ബ്ലൗസ് ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇതൊരു ഓൺലൈൻ വഴി മേടിച്ച ഒരു ബംഗാൾ കോട്ടൺ സാരിയാണ്. ഹാൻഡ്ലൂം കോട്ടൺ ആണ് ഇത് വന്നിട്ടുള്ളത്. ഇതിനകത്ത് ഫുള്ളായിട്ട് മജന്ത പ്ലെയിൻ ആണ്. എന്നിട്ട് പല്ലു പോർഷനിൽ മാത്രം
ഇതുപോലെയുള്ള ലൈൻസ് വന്നിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡിന് കളർ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞിട്ടാണ് ഇത് ഓൺലൈൻ വഴി മേടിച്ചത്. ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഈ വയലറ്റ് ഷെയ്ഡിനകത്ത് ഈ മജന്ത ലൈൻസ് ആണ് ഇതിന്റെ ബ്ലൗസ് ആയിട്ട് വരുന്നത്. മഞ്ഞ സാരിയാണ്, ബംഗാൾ കോട്ടൺ സാരിയാണ്. ഈ മഞ്ഞ സാരി എൻ്റെ കയ്യിൽ ഒരു 7-8 കളർ, ഇതിന്റെ തന്നെ ബംഗാൾ കോട്ടൺ ഒരു 7-8 സാരി ഉണ്ട്. മഞ്ഞ ഇടയ്ക്ക് വെച്ച് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിട്ട് തോന്നി. ഞാൻ പുനലൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് മഞ്ഞയിൽ എനിക്ക് ഭയങ്കര ക്രൈസ് ആയിരുന്നു. അപ്പൊ ഈ സാരിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ 2 സൈഡും 2 ബോർഡർ ആയിട്ടാണ് വരുന്നത്. താഴ്ഭാഗത്ത് വയലറ്റ് ബോർഡറും മുകളിൽ മെറൂൺ ബോർഡറും ആയിട്ടാണ് വരുന്നത്. പിന്നെ പല്ലുവൊക്കെ ശരിക്കും ഒരു 3-4 ലൈൻസ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പ്ലെയിൻ വിത്ത് ബോർഡർ സാരിയാണ്. ഇതാണ് ഇതിന്റെ പല്ലുവായിട്ട് വരുന്നത്. പ്രത്യേകിച്ച് വലിയ എടുപ്പായിട്ടൊന്നുമില്ല. ഇതൊരു ഗ്ലാസ് കോട്ട സാരിയാണ്. ഇത് ഫുള്ളായിട്ട് ഇതേപോലെയുള്ള വർക്കാണ് വന്നിട്ടുള്ളത്. ഇത് എംബ്രോയിഡറി വർക്കാണ്. താഴെ മുകളിൽ ഒരേ കണക്കുള്ള ബോർഡർ വർക്കാണ് വന്നേക്കുന്നത്. പീകോക്ക് ബ്ലൂ ത്രെഡ് വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ചെറിയൊരു ഫങ്ഷൻസിനൊക്കെ ഉടുക്കാനായിട്ട് പറ്റും. ബോഡി കളറിലുള്ള ലൈൻസ് വന്നിട്ടുള്ള ഒരു ബ്ലൗസ് ഇട്ടാണ് ഇത് ഉടുക്കുന്നത്. ഇത് ഉടുക്കുമ്പോൾ നല്ല ഭംഗിയാണ്, നല്ല ചേർന്നിരിക്കുന്ന സാരിയാണ്. ഇതൊരു ഓൺലൈൻ സാരിയാണ്. ഇതും ഹാൻഡ്ലൂം കോട്ടൺ സാരിയാണ്. ഓൺലൈനിൽ കണ്ടിട്ട് മേടിച്ച സാരിയാണ്. ഇത് ഫുള്ളായിട്ടും ഡാർക്ക് ഗ്രീൻ സാരിയാണ്. അതിൽ സിൽവർ പല്ലു ആണ് വന്നിട്ടുള്ളത്. ബ്ലൗസും സിൽവർ കളറിലുള്ള ബ്ലൗസും ആണ് വന്നിട്ടുള്ളത്. ഇത് മോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള സാരിയാണ്. അവൾ ഈ സാരി വെയർ ചെയ്തിട്ടുണ്ട്. ഓറഞ്ച് സാരിയാണ്. നല്ല കോട്ടൺ സാരിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ സാരിയാണ്. ഓറഞ്ച് സാരിയാണ്. ഇത് ബോഡി മൊത്തത്തിൽ ഓറഞ്ച് ആണ്. ബോർഡർ വരുന്നതും ബോർഡറും പല്ലു ഈ ആഷ് കളറിലുള്ള ഈ സെയിം വർക്കോട് കൂടി വരുന്ന സാരിയാണ്. ഇതാണ് ഇതിന്റെ പല്ലുവായിട്ട് വരുന്നത്. ഓറഞ്ച് ബ്ലൗസ് ഇട്ടാണ് ഇത് ഉടുത്തത്. അടുത്തതൊരു നെറ്റ് കോട്ട സാരിയാണ്. ഫുള്ളായിട്ടും ഈ വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഓറഞ്ച് ആണ്. ഇത് ഓറഞ്ച് ആയതുകൊണ്ട് മേടിച്ച സാരിയാണ്. നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ആയിട്ടുള്ള സാരിയാണ്. ബോർഡർ ചെറിയൊരു ബോർഡറുമായിട്ട് വരുന്ന ഒരു സാരിയാണ്. ഇതാണ് ഇതിന്റെ പല്ലു പോർഷൻ ആയിട്ട് വരുന്നത്. ഫ്ലോറൽ പ്രിന്റ് ആണ്, നിറച്ച് ഫ്ലോറൽ പ്രിന്റ് ആണ് ഇത് വന്നിട്ടുള്ളത്. ഇതിന് ഓറഞ്ച് ബ്ലൗസ് ഇട്ടാണ് ഇത് വെയർ ചെയ്തത്. നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്ന സാരിയാണ്. ഓണം സെലിബ്രേഷൻ കൊടുത്ത സെറ്റ് സാരിയാണ്. ഇതിനകത്ത് വന്നിട്ടുള്ളത് കോപ്പർ വർക്കാണ്, ചെക്ക് സാരിയാണ്. ഇത് നിറച്ചും ചെക്ക് ലൈനാണ് വന്നിട്ടുള്ളത്. ഇത് കോപ്പർ കളറാണ് ഇതിന്റെ ബോർഡറും ഇതിന്റെ ലൈൻസും ഇതിന്റെ പല്ലുവും എല്ലാം. ഇത് ഞാൻ കോപ്പർ കളറിലുള്ള ഒരു ബ്ലൗസും ചോക്ലേറ്റ് കളറിലുള്ള ഒരു ബ്ലൗസ് ഇട്ടാണ് ഈ സാരി വെയർ ചെയ്തത്. ഇത് ഞാനും ക്ഷേമനിധി ഓഫീസറായിട്ടിരുന്ന ബിന്ദു, ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ചു പോയി. രണ്ടുപേരും ഒരേ സാരിയാണ് കഴിഞ്ഞ ഓണത്തിന് ഓണം സെലിബ്രേഷന് ഞങ്ങൾ ഓഫീസിൽ ഉടുത്ത സാരിയാണ് ഈ സാരി. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. എൻ്റെ സാരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.